നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് എടുക്കുമ്പോൾ ലയണൽ മെസ്സി പൂർവാധികം ഫോമിലേക്ക് വരുന്നു എന്നുള്ളതാണ് ആരാധകർക്ക് ഏറെ സന്തോഷം പകരുന്ന കാര്യം. അതേ ഫോം അദ്ദേഹം തുടരുന്നു. ഗോളും അസിസ്റ്റുമായിട്ട് മിന്നിക്കത്തി. ഇന്റർ മയാമി പോർട്ട്ലൻഡിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് MLS പരാജയപ്പെടുത്തി. ലയണൽ മെസ്സിയും ബെർട്രയുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തിൽ ഇന്റർ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസും ജർമ്മൻ ബ്രൈറ്റ്രൈമും ഒക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. കളിയിൽ ഇന്റർ മയാമിയുടെ ആധിപത്യം തന്നെയായിരുന്നു. മറുഭാഗത്ത് പോർട്ട്ലൻഡും നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മയാമി ഗോളടിക്കുന്ന കാഴ്ച കളിയുടെ 30-ാമത്തെ മിനിറ്റിൽ ലയണൽ മെസ്സി ഇന്റർ മയാമിക്കായിട്ട് ആദ്യ ഗോൾ കണ്ടെത്തി. 41-ാമത്തെ മിനിറ്റിലാണ് ജർമ്മൻ ബ്രൈറ്റ്രൈമിൻ്റെ ഗോൾ പിറക്കുന്നത്. ആ ഗോളിനെ ലിയോ മെസ്സി മികച്ച രൂപത്തിൽ ഹാർഡ് വർക്ക് ചെയ്ത് ഗോളുമായിട്ട് പോയി കൊടുത്ത ഒരു കിടിലൻ പാസ്സായിരുന്നു. ആ പാസിൽ നിന്നാണ് ജർമ്മൻ ബ്രൈറ്റ്രൈമിൻ്റെ ഗോൾ പിറക്കുന്നത്. അതോടുകൂടി ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ ഗോളുകൾ മടക്കാനുള്ള ശ്രമം പോർട്ട്ലൻഡ് നടത്തിയെങ്കിലും അത് ഫലവത്താകാതെ വന്നതോടെ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയം ഇന്റർ മയാമി സ്വന്തമാക്കുകയായിരുന്നു. മത്സരം വിജയിച്ചതോടുകൂടി ഇപ്പോൾ MLS ഈസ്റ്റേൺ കോൺഫറൻസിൽ 14 കളികളിൽ നിന്ന് 28 പോയിന്റുമായിട്ട് ഇന്റർ മയാമി 2-ാം സ്ഥാനത്ത് തുടരുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.